ഹായ്! ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. കാരണം ഇപ്പൊ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈച്ചയെ പോലെ തന്നെ കൊതുക്. അപ്പൊ നമുക്കിന്ന് കൊതുകിനെ ഒന്ന് തുരത്താനുള്ള ഒരു മാർഗ്ഗം ഞാൻ കണ്ടുപിടിച്ചു. സന്ധ്യയായി കഴിഞ്ഞാൽ കതക് തുറക്കാൻ മേല. കതക് തുറന്നാൽ നിറച്ച് കൊതുക് നമ്മുടെ അകത്തേക്ക് കയറി വരും. പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റൂല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ ഏക ആശ്വാസം ദേ ഈ ഗുഡ് നൈറ്റാ. ഇത് കുത്തി വെച്ചിട്ട് ഇരിക്കുമ്പോ നമുക്കതിന്റെ സ്മെല്ല് വരുമ്പോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു ശ്വാസം മുട്ടുന്ന പോലെ ഒരു ബുദ്ധിമുട്ടാ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എനിക്കൊരു പുതിയൊരു അറിവ് കിട്ടി. അപ്പൊ എനിക്ക് കിട്ടുന്ന പുതിയ അറിവ് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പൊ ആ അറിവ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. എല്ലാവരുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്തു നോക്കിയപ്പോ എനിക്ക് കുറച്ചൊക്കെ ഉപകാരമായി. ഒരു പരിധി വരെ കൊതുകിനെ എനിക്ക് നിയന്ത്രിക്കാനും പറ്റി. അപ്പൊ ഞാനത് ചെയ്തു നോക്കിയിട്ട് ഞാനത് നിങ്ങളോടും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കണം. കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടതാണ്. കാരണം ഇപ്പൊ കൊതുകില്ലാത്ത വീടുകളില്ല. ഈ ബാറ്റും ഒക്കെ കൊണ്ട് നടന്ന് നടന്ന് തന്നെ മടുത്തു. അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതിവിധിയാണ്. കാരണം ഇതിൽ യാതൊരുവിധ കെമിക്കൽസോ അങ്ങനെയുള്ള ഒന്നുമില്ല. കുട്ടികളുടെ അടുത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ എന്ന അഭിപ്രായം ഒന്ന് പറയണം. അതിനു വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ മതി. ആദ്യമായിട്ട് ഞാൻ ഒരു ചിരാത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ കർപ്പൂരം ഉണ്ട്. കർപ്പൂരം പൊടിച്ചതാണ്. അപ്പൊ കർപ്പൂരത്തിന്റെ പൊടി ഞാൻ ഒരു പിടി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വിളക്ക് കത്തിക്കുന്നത് പോലെയുള്ള എണ്ണ. അത് ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ എണ്ണ സാധാരണ ചിരാതിൽ ഒഴിച്ച് കത്തിക്കാൻ ഉപയോഗിക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ തിരി ഇട്ട് കൊടുക്കണം. സാധാരണ വിളക്ക് കത്തിക്കാൻ തിരി ഇടുന്നത് പോലെ തന്നെ ഈ ചിരാതിൽ ഒരു തിരിയിട്ട് നമ്മളൊന്ന് കത്തിച്ചു കൊടുക്കണം. ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന തിരി നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുക കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന കൊതുകുകളെല്ലാം നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പം ഞാൻ ആ ചിരാത് കത്തിച്ചു. ഇനി നമ്മൾ ഇത് കൊണ്ടുപോയി എവിടെയെങ്കിലും ഈ പുറത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി. പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന കൊതുകുകളെ തടയാൻ സാധിക്കും. അപ്പം ഞാൻ ഈ ചിരാതാണ്. ഇങ്ങനെയാണ് നമ്മൾ കൊതുകിനെ തുരത്താൻ വേണ്ടി വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മാർഗം. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതിന് കർപ്പൂരത്തിന്റെ നല്ലൊരു മണം വരുന്നുണ്ട്. അതായിരിക്കാം ഈ കൊതുകിനെയൊക്കെ തടയുന്നത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ അഭിപ്രായം എങ്ങനെയെന്ന് കമന്റിൽ കൂടി ഒന്ന് അറിയിക്കുക.